അസമിൽ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു. ബട്ടദ്രവ മഠത്തിലേക്കുള്ള യാത്രാമധ്യയാണ് രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞത്. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമേ മഠത്തിൽ സന്ദർശനം നടത്താവൂ എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്ഷണം ലഭിച്ചതിനെ തുടർന്നാണ് ക്ഷേത്രത്തിൽ വന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. रीजन क्या है? सर अभी उस तरफ आप नहीं जा सकते। हम वहाँ मंदिर जाना चाहते हैं, अलाउ नहीं। मंदिर में अलाउ नहीं है हमें। अभी 3 बजे के बाद अलाउ नहीं, आप बताइए, मंदिर में अलाउ नहीं है। यू आर अलाउड सर। मत करो, आगे रखने दो। 3 बजे के बाद व्हाट क्राइम है कमिटेड नॉट टू मंदिर? मैंने क्या गलती की कि मैं मंदिर नहीं लगा? नहीं बताइए, नहीं मुझसे बात कीजिए प्लीज। मैंने आपने परमिशन दिया मुझे, रजिस्टर्ड ऑर्डर है। नहीं आप मुझसे बात कीजिए। आपने परमिशन दिया, उन्होंने मुझे इनवाइट किया, मैं वहाँ हाथ जोड़ने जा रहा हूँ। आपको 3 बजे चाहता हूँ, हाथ जोड़ना चाहता हूँ। मैंने क्या गलती की है आप मुझे बताइए, मैंने സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസ് നടപടിയെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത്. असम के मुख्यमंत्री पर दबाव है और हम सब जानते हैं असम के मुख्यमंत्री पर किसका दबाव होता है। ये एक ही कारण है, एक ही मकसद है, राहुल जी को इस जन्म स्थान को जाने से रोका जा रहा है। इससे बड़ा अन्याय नहीं है. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഇപ്പോൾ സംഘർഷം ഒഴിഞ്ഞു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN നിലവിലിപ്പോൾ സംഘർഷ സാഹചര്യം ഇല്ല. അസമിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ശ്രീമദ് ശങ്കർ ദേവിൻ്റെ ജന്മസ്ഥലമായ ബട്ടദ്രവ സത്രത്തിലേക്ക് ഇന്ന് സന്ദർശനം നടത്തുമെന്ന് രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ജനുവരി 11-ന് 2 കോൺഗ്രസ് MLA-മാർ ഈ ആശ്രമം അധികൃതരുമായി ചർച്ച നടത്തുകയും അതിനായുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ക്ഷേത്ര അധികാരികൾ തങ്ങളെ ക്ഷണിച്ചു എന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ ക്ഷേത്രത്തിലേക്ക് രാഹുൽ ഗാന്ധി രാവിലെ സന്ദർശനം നടത്തരുത് എന്നും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം മാത്രമേ സന്ദർശനം നടത്താവൂ എന്നും അല്ലെങ്കിൽ അത് അനിഷ്ട സംഭവങ്ങൾക്ക് വഴിവെക്കും, സംഘർഷത്തിന് ഇടയാക്കുമെന്നുള്ള പ്രസ്താവന നടത്തിയത്. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ക്ഷേത്ര ട്രസ്റ്റ് അധികൃതർ രാഹുൽ ഗാന്ധി രാവിലെയുള്ള സന്ദർശനം ഒഴിവാക്കണമെന്നും രാവിലെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തും എന്നും അറിയിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ക്ഷേത്രം രാഹുലിനെ സന്ദർശിക്കാവുന്നതാണ് എന്നും ആണ് ഈ ക്ഷേത്രാധികാരികൾ അറിയിച്ചത്. എന്നാൽ നേരത്തെ ലഭിച്ച ക്ഷണമനുസരിച്ചാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഇന്ന് രാവിലെ 7 മണിക്ക് യോടെ ഈ ക്ഷേത്രത്തിന് സമീപത്തേക്ക് യാത്ര തിരിച്ചത്. പോലീസ് ഇവരെ തടയുകയായിരുന്നു. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. തങ്ങൾ ക്ഷണം അനുസരിച്ചാണ് എത്തുന്നത് എന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തടയുന്നത് എന്നുമാണ് രാഹുൽ ചോദിച്ചത്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. രാഹുൽ അതിൽ പറഞ്ഞ ഒരു വാചകം എന്നുള്ളത് ഇന്ന് ഒരു വ്യക്തിക്ക് മാത്രമേ ക്ഷേത്രം സന്ദർശിക്കാവൂ എന്നാണോ എന്നുള്ളതായിരുന്നു. ഏറെ നേരം ഒരു സെക്കൻഡ് ബൽറാം, അസമിൽ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞ കാര്യത്തിൽ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ പ്രതിഷേധം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ANI റിപ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ബട്ടദ്രവ മഠത്തിലേക്കുള്ള യാത്രാമധ്യയാണ് രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞത്. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം മാത്രമേ മഠം സന്ദർശിക്കാവൂ എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് അറിയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ജയറാം രമേശ്, KC വേണുഗോപാൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയും കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുമാണ് പ്രതിഷേധിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മഠം സന്ദർശനം നടത്താൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നതാണ്, എന്നാൽ അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ പ്രതിഷേധിച്ചാണ് രാഹുൽ ഗാന്ധിയും മറ്റുള്ള ആൾക്കാരും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നത്. വീണ്ടും ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, വളരെ കടുത്ത രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനാണോ ഇവരുടെ നീക്കം? എന്തൊക്കെയാണ്? എന്തായാലും ഇവരെ മഠത്തിലേക്ക് ഉച്ചവരെ കടത്തിവിടില്ല എന്ന് പോലീസ് തീരുമാനിച്ചിട്ട് പോലീസ് അവിടെ തടഞ്ഞിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹവും അവിടെ കാണുന്നുണ്ട്. വിവരങ്ങൾ
SKN ഈ മുൻ നിശ്ചയിച്ച ക്രമത്തിൽ നിന്നും മാറ്റമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. ക്ഷേത്രാധികാരികൾ നേരത്തെ തന്നെ ക്ഷണിച്ചതനുസരിച്ചാണ് ഇന്ന് രാവിലെ ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിയത്. എന്നാൽ പോലീസ് തടയുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഈ പോലീസുമായി ഈ വാക്തർക്കത്തിൽ ഏർപ്പെട്ടു. ഇപ്പോൾ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ക്ഷേത്രം സന്ദർശിക്കാനുള്ള തങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. രാഹുൽ ഗാന്ധി, ജയറാം രമേശ്, KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയ വഴിയിൽ തന്നെ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് ഈ പോലീസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് 3 മണിക്ക് ശേഷം മാത്രമേ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയൂ എന്ന ഈ നിർദ്ദേശം പാലിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ നേരത്തെ നിശ്ചയിച്ച പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കുകയും മുൻ നിശ്ചയിച്ച സമയക്രമത്തിൽ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യും. ഇന്ന് നൗഗാവിലാണ് ഈ ഭാരത് ജോഡോ യാത്ര ഉള്ളത്. ഈ സമയക്രമവും അടുത്ത ദിവസങ്ങളിലേത് അടക്കമുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായി എത്തിയ ആളുകൾക്ക് ഉൾപ്പെടെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ ക്ഷേത്ര അധികാരികൾ നിശ്ചയിച്ച അവർ ക്ഷണിച്ചതനുസരിച്ച് എത്തിയ തങ്ങളെ കടത്തിവിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അവിടെ തന്നെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത്. സംഘർഷം ഒഴിവായെങ്കിലും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡിൽ തന്നെ കുത്തിയിരുന്ന പോലീസിനും സർക്കാരിനും എതിരായ പ്രതിഷേധം. അസമിൽ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയെ അട്ടിമറിക്കാനും യാത്രയെ തകർക്കാനുമുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തുന്നത് എന്ന ആരോപണം കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. 2 തവണ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായെന്നും അതിന് പിന്നിലും ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നുമുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചു. ഇതിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഭാരത് ജോഡോ യാത്രയുടെ മുൻ നിശ്ചയിച്ച സമയക്രമത്തിലും വഴിയിലും യാതൊരു മാറ്റവും വരുത്താൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ നിന്നും മാറ്റമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ജനുവരി 11-ാം തീയതി തന്നെ വെടത്തിരവ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ രാവിലെ 7 മണിക്ക് തന്നെ വരാൻ ക്ഷേത്ര അധികാരികൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് അറിയിച്ചു പ്രവേശനം 3 മണിക്ക് ശേഷമേ അനുവദിക്കൂ. പ്രത്യേകിച്ചും അയോധ്യയിലെ പൂജാവിധികളൊക്കെ കഴിഞ്ഞതിന് ശേഷം, പ്രതിഷ്ഠാ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ അനുവദിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് പോലീസ് തടഞ്ഞു. ആ തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അസമിൽ വെട്ടത്തിരവ മഠത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എന്തിനാണ് തന്നെ തടയുന്നത് എന്ന് രാഹുൽ ഗാന്ധി പോലീസ് അധികാരികളോട് ചോദിച്ചു. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ സന്ദർശനം അനുവദിക്കാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എടുത്തിരിക്കുന്ന തീരുമാനം. ക്ഷണം ലഭിച്ചതിനെ തുടർന്നാണ് താൻ വന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന രീതിയിൽ കർക്കശ നിലപാടെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. എന്നാൽ പോലീസ് അത് അനുവദിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശും ഒക്കെ തന്നെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ലേശം സംഘർഷഭരിതമാണ് അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. ബഹുശതം കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കനത്ത പോലീസ് ബന്ദോബസ്താണ് ഈ സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പ്രവർത്തകരെ തടഞ്ഞത്, രാഹുൽ ഗാന്ധിയെ തടഞ്ഞത് എന്നാണ്. എന്നാൽ സമാധാനപരമായി ഈ ഭാരത് ജോഡോ ന്യായയാത്ര മുന്നോട്ട് പോകണം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. കൈകൊട്ടിയും ഒക്കെയാണ് രാഹുൽ ഗാന്ധി പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. ഇതിനിടയിൽ സുരേഷ് കെ പറയുന്നത് KC വേണുഗോപാൽ ഏറ്റവും പിറകെ നിൽക്കുന്നു, അദ്ദേഹം ഓടാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊക്കെയാണ്. സുരേഷ് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഉത്തരേന്ത്യയിൽ അദ്ദേഹം എല്ലാ ചടങ്ങുകളിലും KC വേണുഗോപാൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ ഗാന്ധി കർക്കശമായ തീരുമാനമെടുത്ത പോലീസിനോട് കയർക്കുന്ന രംഗങ്ങൾ ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ANI റിപ്പോർട്ട് ചെയ്യുന്നു. ഈ തത്സമയ ദൃശ്യങ്ങൾ അസാമിലാണ്. ഈ നിർദ്ദേശം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയ നിർദ്ദേശം അനുസരിച്ചാണോ ബൽറാം യഥാർത്ഥത്തിൽ പോലീസ് ഈ ഭാരത് ജോഡോ ന്യായ യാത്രയെ തടഞ്ഞിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
എസ് കെ എൻ, ഈ ഭാരത് ജോഡോ ന്യായയാത്ര അസമിൽ പ്രവേശിച്ചത് മുതൽ തന്നെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്കുകൾ കൊണ്ട് കൊമ്പുകോർക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നിശിതമായി തന്നെ രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. മറ്റ് ഘട്ടങ്ങളിലെല്ലാം ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് രാഹുൽ നടത്തിയത്. ഇതിൽ മറുപടിയുമായി ഹിമന്തയും രംഗത്തെത്തി എന്നുള്ളതാണ്. അസമിൽ പ്രവേശിച്ച അന്ന് തന്നെ ചട്ടം ലംഘിച്ച് അല്ലെങ്കിൽ ക്രമസമാധാന നില ലംഘിക്കപ്പെട്ടാൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് ഹിമന്ത നൽകിയിരുന്നു. പ്രകോപനപരമായ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. 2 തവണ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. ഈ ശ്രീമന്ത് ശങ്കർദേവിന്റെ ആശ്രമത്തിൽ നേരത്തെ തന്നെ നിശ്ചയിച്ച പരിപാടി അനുസരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നത്. എന്നാൽ ഇന്നലെ രാവിലെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഈ ശ്രീമന്ത് ശങ്കർദേവിന്റെ ആശ്രമം സന്ദർശിക്കാൻ പാടില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആവശ്യമെങ്കിൽ രാഹുൽ സന്ദർശിക്കാവൂ എന്നും രാഹുൽ ഈ സമയത്ത് സത്രം സന്ദർശിക്കുകയാണെങ്കിൽ അത് സംഘർഷത്തിനും പ്രശ്നങ്ങൾക്കും ഇടയാക്കും, അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുമുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെ നേരത്തെ തന്നെ ജനുവരി 11 തന്നെ രാഹുൽ അടക്കമുള്ള നേതാക്കളെ ഈ സത്രത്തിലേക്ക് ക്ഷണിച്ച ക്ഷേത്രാധികാരികൾ ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ 3 മണിക്ക് ഈ അയോധ്യയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സത്രം സന്ദർശിക്കാവൂ എന്ന പ്രസ്താവന നടത്തുകയായിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും തയ്യാറായിട്ടില്ല. നേരത്തെയുള്ള ക്ഷണമനുസരിച്ച് രാവിലെ 7 മണിക്ക് തന്നെ ക്ഷേത്രം സന്ദർശിക്കാനായി കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങുകയായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ പോലീസാണ് ഇടപെടൽ നടത്തുകയും ഈ നേതാക്കളെ തടയുകയും ചെയ്തത്. ഏറെ നേരം ഒരു സംഘർഷ സാഹചര്യം തന്നെ നിലനിൽക്കുന്ന അവസ്ഥ ഇതിനെ തുടർന്ന് ഉണ്ടായി. എന്തുകൊണ്ട് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിൽ തങ്ങളെ തടയുന്നു എന്നും ക്ഷേത്ര അധികാരികളിൽ നിന്നും ക്ഷണം ലഭിച്ചതനുസരിച്ചാണ് താനും മറ്റു നേതാക്കളും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നും രാഹുൽ അറിയിച്ചു. മറ്റു നേതാക്കളും പോലീസ് അധികാരികളുമായി തർക്കിച്ചു. എന്നാൽ ഇതിൽ നിന്നും പിന്മാറാൻ പോലീസും കോൺഗ്രസ് നേതാക്കളും തയ്യാറായിട്ടില്ല. തങ്ങൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നും അതുകൊണ്ട് തന്നെ ഈ ഇതിൽ പ്രതിഷേധിച്ച് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും അവിടെ തന്നെ പ്രതിഷേധിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണം തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എസ് കെ എൻ, ഈ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് അസമിൽ നിന്ന് പ്രേക്ഷകർ കണ്ടത്. ബെഡത്തിരവ സത്രത്തിൽ നിന്നും ക്ഷണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി എത്തിയത്. എന്നാൽ അയോധ്യയിൽ നടക്കുന്ന പൂജാക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാത്രമേ അദ്ദേഹത്തെ അനുവദിക്കാൻ കഴിയൂ എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം തീർത്ത് അവരവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുകയാണ് രാഹുൽ ഗാന്ധി.